നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗ്രോ ആപ്ലിക്കേഷൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ആപ്ലിക്കേഷൻ നല്ലൊരു യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിഗിനറൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഗ്രോ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവർ നല്ലൊരു ആക്റ്റീവ് ക്ലയൻസോട് കൂടി ഇപ്പം നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും IPOയിലും അതുപോലെ തന്നെ ഗോൾഡിലും ETF-ലും ഒക്കെ എൻട്രീസ് എടുക്കുന്നതിന് ഇവർ ഫെസിലിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിനും എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രോ ആപ്ലിക്കേഷനിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ശരിയായ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡുണ്ട്, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് അതർ ഇമെയിൽ. നമുക്ക് ഏതെങ്കിലും ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇമെയിൽ ID, നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ താഴെ കൺഫേം ആയാം നമ്മുടെ പേര്. അതിനുശേഷം നമുക്ക് ജെൻഡർ മെയിലാണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ മാരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒക്യുപ്പേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആനുവൽ ഇൻകം എത്രയാണോ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആണെങ്കിൽ നോ എക്സ്പീരിയൻസ് തിരഞ്ഞെടുത്ത് കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനി നമ്മുടെ മദേഴ്സ് നെയിമും ഫാദേഴ്സ് നെയിമും ചോദിക്കുന്നുണ്ട്. അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏതാണോ ബാങ്ക്, ഇവിടെ സ്റ്റേറ്റ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC ഏത് ബാങ്കാണോ ആ ബാങ്ക് ഇവിടെ തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് തിരഞ്ഞെടുക്കുക. അപ്പം ഞാനിവിടെ PTM ആണ്. അതിനുശേഷം നിങ്ങളുടെ IFSC കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ IFSC കോഡ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പേര് താഴെ വരുന്നതായിരിക്കും. അപ്പോൾ ഏതാണോ നമ്മുടെ ബ്രാഞ്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും IFSC കോഡ്, ബ്രാഞ്ചിൻ്റെ പേര് എല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ പേര്, അപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം അക്കൗണ്ട് നമ്പർ അടിച്ചതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് അവരൊരു ₹1 ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് പ്രൊസീഡ് ഫോർ KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒതൻറ്റിക്കേറ്റ് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിജി ലോക്കറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച സെയിം ആയിട്ട് ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ OTP അവിടെ കൃത്യമായിട്ട് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയിക്കുമ്പോഴത്തേനും നമുക്ക് ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഗ്രോ ആപ്ലിക്കേഷനിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതൊന്ന് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഗ്രോ ആപ്ലിക്കേഷനുമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ക്യാമറ എന്ന ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകുന്നതായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഫോട്ടോ സെൽഫി എടുക്കുക. അതിനുശേഷം ലുക്സ് ഗുഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ പ്രൊസീഡ് ടു സിഗ്നേച്ചർ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ തന്നെ സിഗ്നേച്ചർ ഇടാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. യെസ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നോമിനി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോ സ്കിപ്പ് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്ത് പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊസീഡ് ടു ആധാർ ഇ-സൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം പ്രൊസീഡ് ടു ഇ-സൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും നേരം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം സൈൻ ഇൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ NSDLൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചതിന് ശേഷം വെരിഫൈ OTPയെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. നമ്മൾ കൺഗ്രാജുലേഷൻ നമ്മുടെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഈ ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അക്കൗണ്ട് ആക്ടിവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തിട്ട് ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ച് പറയുന്നത്. നമുക്ക് ആ ഒരു വെരിഫൈ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഈ സ്റ്റോക്കുകളെല്ലാം കാണാൻ സാധിക്കും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഇൻട്രാഡേ, എല്ലാ ഫെസിലിറ്റിയും ഹോം സ്ക്രീൻ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് ഗ്രോ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ചെറിയ ബേസിക് ഡോക്യുമെൻറ്റ്സ് മാത്രം മതി ഗ്രോ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന്. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളതിലും കൂടെ ഷെയർ ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സ് നമുക്ക് സെറോദ, അപ്സ്റ്റോക്സ്, AngelOne, അതിൻ്റെ ഒപ്പം ഗ്രോയും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതും നല്ല ഒരു യൂസർ ഇൻ്റർഫേസോടുകൂടി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും അധികം ഗ്രോത്ത് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രോ ആപ്ലിക്കേഷൻ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.